ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, ഞാനീ പറയുന്ന 3 സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോയി നോക്കുക. എന്നാ വരുന്നറിയാതെ ഒന്ന് പോയി നോക്കുക. എഴുതി വെച്ചു, 100 അല്ല 101%. 100% ഉള്ളൂ. അതുപോലെ ഉറപ്പുള്ളവനാണ് പറയുന്നത്. 101% നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിവസവും പണവും സമ്പത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം മാറി മറിയും. ഞാനിത് പറയുന്നത് ഈ 3 ക്ഷേത്രങ്ങളിൽ പോയി പണം വാരിക്കൂട്ടിയ ആളുകളെ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ജീവിതം അതുപോലെ മാറി മറിയും. രക്ഷപ്പെട്ടിരിക്കും, യാതൊരു സംശയം വേണ്ട. ആത്മാർത്ഥമായിട്ട് ഈ 3 സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി. അത്ഭുതകരമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളും ചെയ്തു നോക്കുക. ഏതായാലും ചെയ്യുന്നതിന് വലിയ പണം മുടക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. ലളിതമായ കാര്യമേ പറയാറുള്ളൂ. അതും ഇതും ഇതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല. ജീവിതം മാറാൻ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അത് അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പം ഞാൻ ഈ 3 സ്ഥലങ്ങൾ ഏതാണെന്ന് പറയുന്നുണ്ട്. വിശദമായിട്ട് അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുടെ രഹസ്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങളവിടെ പോവുക. എന്തുകൊണ്ട് ഞാൻ അവിടെ പോകാൻ പറഞ്ഞു, അതിൻ്റെ പുറകിൽ ചില രഹസ്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് വലിയ ഒരു അനുഗ്രഹമായിട്ട് വരും. ഒരു നിവൃത്തിയില്ലാത്തവനും എല്ലാം നശിച്ചവരും രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട്. ദിവസവും സമ്പത്തും ഐശ്വര്യം വർദ്ധിച്ചു വരും. മാത്രമല്ല ജീവിതം മാറി മറിയും. ഞാൻ അങ്ങനെയുള്ള 3 സ്ഥലങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്. ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക. അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് എപ്പോഴും മിക്കവാറും തിരക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ആ രീതി എങ്ങനെയാണെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ചെയ്താലും സന്തോഷം, ചെയ്തില്ലെങ്കിലും സന്തോഷം. യാതൊരു കുഴപ്പമില്ല. ആവശ്യമുള്ളവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ 3 സ്ഥലങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്ഥലം മൊത്തം കേൾക്കണം കേട്ടോ, എന്നിട്ട് ചെയ്യാവുള്ളൂ. ഒന്നാമത്തെ സ്ഥലം ഗുരുവായൂർ അമ്പലം. ഗുരുവായൂർ അമ്പലത്തിൽ മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം പോകാം. വ്യാഴാഴ്ചയോ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ചയോ മലയാള മാസം 1-ാം തീയതിയോ, ഇത് 3-ൽ ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതല്ല, നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂർ പോകാം. എന്താണ് ഗുരുവായൂരിൻ്റെ പ്രത്യേകത? ഇതുവരെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്തൊരു കാര്യം പറഞ്ഞുതരാൻ പോകും. ഗുരുവായൂർ പോകാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ഒരു വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അവനെന്ത് വേണം? ഗുരുത്വം വേണം. ഗുരുകൃപയുള്ളവനെ ജീവിതത്തിൽ രക്ഷപ്പെടും. ഏത് ആപത്തിൽ നിന്നും കരകയറും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഗുരുകൃപ വേണം. ഗുരുകൃപയുള്ളവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരെന്ത് അവർക്കെതിരെ ചെയ്താലും എല്ലാം ഗുരുകൃപയുള്ളവനെ മുന്നിലെല്ലാം നിഷ്ഫലമാകും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അപ്പം ഗുരുവായൂർ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഗുരുവും വായുവും കൂടിയാണ്. അപ്പം ഗുരുകൃപ ഉണ്ടാകും. പിന്നെ വായു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വായുവാണ്. സർവ്വവ്യാപിത്വമാണ്. അപ്പോൾ വായു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഉപകരിക്കും. ഗുരുവിൻ്റെ വായുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കൂടാതെ ഈശ്വരൻ്റെ നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഇത് 3 അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് എത്ര നശിച്ചവരും അവിടെ കാലുകുത്തിയാൽ, വിശ്വാസത്തോടെ ഭഗവാനെ വിളിച്ചാൽ അവൻ രക്ഷപ്പെട്ടിരിക്കും. മാസത്തിൽ ഒന്നെങ്കിലും പോവുക. അങ്ങനെ പോയി പണം വാരിയവരെ എനിക്കറിയാം. 3 ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ, മറ്റേ 2 കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പണം ഇഷ്ടംപോലെ വാരിക്കൂട്ടിയവരുണ്ട്. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയവരുണ്ട്. ഒന്നുമില്ലായ്മയെന്ന്. ഇതിൻ്റെ രഹസ്യം ഇതാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, വായു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ നാരായണന് ചുറ്റും അവിടെ എല്ലാ ദേവതകളുടെയും ഉണ്ട്. 33 കോടി ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകും. അതാണ് ഗുരുഭവനപുരേ ഗുരുവായൂർ പോകണം. നിങ്ങളുടെ മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്യാം. ദർശനം പോലും മഹാപുണ്യം. ദർശനം പോലും ആ മണ്ണിൽ, ഭഗവാന്റെ മുന്നിൽ ആ മണ്ണിൽ കാലുകുത്തി ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്ന് ജപിച്ചാൽ തന്നെയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും.
അവിടെ അല്പനേരം ഇരുന്ന് ഭഗവാന്റെ പാദങ്ങളെ ഭജിക്കുക. ഭഗവാന്റെ പാദങ്ങളെ മനസ്സുകൊണ്ട് ഭജിക്കുക. ഓം നമോ നാരായണായ ജപിച്ച്, ഓം കൃഷ്ണായ നമ ജപിച്ച്, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ച് ഭഗവാന്റെ പാദങ്ങളെ മനസ്സുകൊണ്ട് അവിടെ തൊഴുതിട്ട് അല്പനേരം ആ ക്ഷേത്രത്തിൽ അവിടെ ഇരുന്ന് ഭഗവാനെ ഭജിക്കുക. ഇത് മാസത്തിൽ ഒരു തവണ ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമുള്ള കാര്യം, അല്പം പിടിപ്പണം. അത് എത്ര ആയിക്കോട്ടെ, ചില്ലറ ആയിക്കോട്ടെ, നോട്ടായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് മതി. അത് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് സമർപ്പിച്ചാൽ കാണിക്കലിടുക. ഭഗവാനെ, എൻ്റെ വരുമാനമാണ്, എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശമാണ്, ഇത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് ആ പാദങ്ങളെ സങ്കല്പിച്ച് കാണിക്കലിടുക. നിങ്ങളുടെ ജീവിതം എത്ര നശിച്ചവരായിക്കോട്ടെ, എത്ര ദുരിതം ഉണ്ടായവരായിക്കോട്ടെ, എത്ര ബുദ്ധിമുട്ടുകൾ ജീവിതമുള്ളവരായിക്കോട്ടെ, അവർ രക്ഷപ്പെട്ടിരിക്കും. അതുപോലെ പണം വാരിയവരുണ്ട്. ഞാനീ പറഞ്ഞു തരുന്ന സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. നമ്പർ 2 ചോറ്റാനിക്കര അമ്പലം. നമ്പർ 2 ചോറ്റാനിക്കര അമ്പലം. ഇപ്പോൾ ഈ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞുതരാം. ചോറ്റാനിക്കര അമ്മയുടെ എൻ്റെ വർഷങ്ങളായി എൻ്റെ കയ്യിലുള്ള ഒരു ഫോട്ടോയാണ് ചോറ്റാനിക്കര അമ്മ. എന്താണ് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ പ്രത്യേകത? ചോറ്റാനിക്കര അമ്പലത്തിൽ ചെന്ന് ദേവിയുടെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് സമർപ്പിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുത. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മയെ ഭജിക്കുന്നവരെയെല്ലാം എത്ര നശിച്ചു പോയവനെ അമ്മ കൈപിടിച്ച് ഉയർത്തും. അതുപോലെ വാരിക്കൂരി കൊടുക്കും. ചെയ്തു നോക്കി. അതും മാസത്തിൽ ഒരു ദിവസം പോകണം. അപ്പോൾ ആദ്യത്തെ അമ്പലം ഗുരുവായൂർ, രണ്ടാമത് ചോറ്റാനിക്കര. ചോറ്റാനിക്കര പോയി നിങ്ങൾ അവിടെ ഇരുന്നും അമ്മയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. അമ്മയെ വഴിപാടെല്ലാം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വഴിപാടിൻ്റെ വലിപ്പത്തിലല്ല കാര്യം, നിങ്ങളുടെ സമർപ്പണത്തിലാണ് കാര്യം. ഉള്ളത് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുക. അമ്മയെ അതുപോലെ വിശ്വസിക്കുക. അതിലാ കാര്യം. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ വഴിപാട് ചെയ്തിട്ട് ആ ക്ഷേത്ര അങ്കണത്തിൽ ഇരുന്ന് അമ്മയുടെ പാദങ്ങളെ ഭജിക്കുക. മനസ്സുകൊണ്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ മനസ്സുകൊണ്ട് ആ പാദങ്ങളെ പാദങ്ങളുടെ മുന്നിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആ പാദങ്ങളെ സ്മരിച്ച് നിങ്ങൾ അമ്മയെ ഭജിക്കുക. മനസ്സ് ജപിച്ചാൽ മതി. വാഗുകൊണ്ട് ജപിക്കുന്നത് നല്ലതാണ്, പക്ഷെ മനസ്സിൽ ജപിച്ചാലും മതി. എത്ര ജീവിതത്തിൽ ഒരു ഗതിയില്ലാത്തവനും രക്ഷപ്പെട്ടിരിക്കും. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ചില പ്രത്യേകത ഇനി ഒരു ക്ഷേത്രങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനീ പറയുന്ന ഒരു ക്ഷേത്രം കൂടി ഇപ്പം പറഞ്ഞുതരാം. 3 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയവർക്ക് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്തവരായിരിക്കും. ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും, അല്ലെങ്കിൽ അവർ പുതിയ വരുമാനത്തിലുള്ള മാർഗ്ഗങ്ങൾ അവരിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും അവർ ചെയ്ത് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വിശ്വാസത്തോടെ വിളിക്കുന്നവർക്ക് ഇതെല്ലാ മാസവും പോകാൻ ശ്രമിക്കണം. 3ാമത്തെ ക്ഷേത്രം മാസത്തിൽ 1 വീതം. 3ാമത്തെ ക്ഷേത്രം പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അതായത് എൻ്റെ ചങ്ങനാശ്ശേരി നിന്നും ഒരു 6 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നാലുകോടിയാണ്. അതിൻ്റെ 2 ജംഗ്ഷൻ അപ്പുറം പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. പുത്തൻകാവിൽ ക്ഷേത്രം ഒരുപാട് അടുത്തുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ 4 കോടി, എൻ്റെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 6 കിലോമീറ്റർ, 4 കോടി എൻ്റെ ഓഫീസ്. അതിൻ്റെ 2 ജംഗ്ഷൻ അപ്പുറത്തുള്ള ക്ഷേത്രമാണ് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ മാസത്തിലൊന്ന് ദർശനം നടത്തണം. കാരണം 10 രൂപ വണ്ടിക്കൂലിക്ക് എടുക്കാനില്ലാത്ത അവസ്ഥ. ഇന്നിപ്പോൾ ഒരു 10 രൂപ എടുക്കാനില്ലാത്തവരാരുമില്ല, പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവർ ലക്ഷങ്ങൾ സ്വന്തമായി തൊഴിൽ ചെയ്തുണ്ടാക്കി ഇന്ന് ജീവിക്കുന്നവരുണ്ട്. പുത്തൻകാവിലമ്മ അവരൊക്കെ ആഴ്ചയിൽ പോയി തൊഴും. നിങ്ങൾ മാസത്തിലെങ്കിലും ഒന്ന് പോയി തൊഴണം. അമ്മയ്ക്ക് കടുംപായസിൻ്റെ രസീത് എടുക്കുക. അതിലൊരു ചെമ്പരത്തിമാലയും കൂടെ വെക്കുക. അവിടെ ചെമ്പരത്തിമാല ഉണ്ട്. എന്നിട്ട് നിങ്ങൾ സാമ്പത്തികം പറഞ്ഞ് നടക്കി വെക്കുക. എന്നിട്ട് കുളത്തിൽ വന്ന് മീനോട്ട് കാണുക. ഒന്നും പ്രാർത്ഥിക്കേണ്ട, വെറുതെ മീൻ മലരിട്ട് കൊടുക്കുക. ഇത് ചെയ്തവരെല്ലാം അമ്മ വാരിക്കോരി സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ 3 ക്ഷേത്രങ്ങളും മാസത്തിൽ 1 വീതം നിങ്ങൾ ദർശനം ചെയ്താൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. സമ്പത്ത്, സമാധാനം, ഐശ്വര്യം, അതുപോലെ സമ്പത്ത് വാരിക്കോരി തരുമെന്നുള്ളതാണ്. എത്രയോ ആളുകളുടെ ജീവിതം മാറിയിരിക്കുന്നു, എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു, എത്രയോ ആളുകൾ ജീവിതം അടിമുടി മാറിയിരിക്കുന്നു. ജീവിതം മാറി മറിയുമെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ്. അത്ഭുതകരമായ കാര്യം.
ഇവിടെയും നിങ്ങൾ പിടിപ്പണം സമർപ്പിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം ചില്ലറ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ള പോലെ നോട്ടായിക്കോട്ടെ, ചില്ലറ ആയിക്കോട്ടെ, പിടിപ്പണം അമ്മയ്ക്ക് സമർപ്പിക്കുക. ആ ചോറ്റാനിക്കരയെ സമർപ്പിക്കണം കേട്ടോ. ഈ 3 ക്ഷേത്രത്തിലും സമർപ്പിക്കണം. ഉള്ള പോലെ മതി. അമ്മയുടെ പാദങ്ങളെ സമർപ്പിച്ച്, ഗുരുവായൂരാണ് ഭഗവാന്റെ പാദങ്ങളെ സമർപ്പിച്ച്, ചോറ്റാനിക്കരയാണ് അമ്മയുടെ പാദങ്ങളെ സമർപ്പിച്ച്, പുത്തങ്കാവിലാണ് പുത്തങ്കാവിലമ്മയുടെ പാദങ്ങളെ സമർപ്പിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കാണിക്കയിൽ പിടിപ്പണം ചില്ലറ സമർപ്പിക്കുക, അല്ലെ നോട്ട് എന്തും സമർപ്പിക്കാം, പിടിപ്പണമായിട്ട് സമർപ്പിക്കുക. നിങ്ങളെ അമ്മ കരകയറ്റിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ആര് ഭക്തിയോടെ വിളിക്കുന്നു അവരെ എല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 ക്ഷേത്രങ്ങൾ, ഈ 3 സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി നോക്ക്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം മാത്രമല്ല, ഈ സർവ്വ ദുരിതങ്ങളെ, കടങ്ങളെ, അതുപോലെ അപകടങ്ങളെ, ഇതെല്ലാം മാറി നിൽക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടത്തില്ല, കിട്ടാനുള്ള പണം കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടായി വരുമെന്നുള്ളതാണ് ഈ 3 ക്ഷേത്രങ്ങൾ. പുത്തങ്കാവിലെ അമ്മ ഭദ്രകാളി തന്നെയാണ്. ചോറ്റാനിക്കര അമ്മയെ പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, അമ്മയെല്ലാമാണ്, എല്ലാ ഭാവങ്ങളും അമ്മയിലുണ്ട്. ചോറ്റാനിക്കര അമ്മ ഇത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ ദേവന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ദേവനല്ലേ ദേവിക്ക് ഇഷ്ട നിവേദ്യം ചെയ്യുന്നതല്ല, എണ്ണ സമർപ്പിക്കുന്നതല്ല, മാല സമർപ്പിക്കുന്നതല്ല, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. നിങ്ങൾ പിന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് സമർപ്പിക്കുക, ശുദ്ധമായ മനസ്സുകൊണ്ട് വിളിക്കുക. വിളിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനീ സത്യമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അത് ഗുണമാകും. ഞാൻ ഇന്നലെ ശിവഭഗവാനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ നിന്ന് പറയുന്നു, അത് നിങ്ങൾ അറിയാതെ പോകരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര യുഗങ്ങൾ എടുത്താൽ പോലും ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. സത്യജ്ഞാനമാണ്, സത്യശിവജ്ഞാനമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. അത് നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ലേലും നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും, വീഡിയോയിൽ ഇപ്പോൾ ഇയാളെന്താ പറയുന്നത്, എന്നാ പറയാൻ പോകുന്നത് എന്നൊക്കെ ചിലപ്പോൾ പുച്ഛം തോന്നുമായിരിക്കും. ചിലർക്ക് തോന്നുമായിരിക്കും വീഡിയോയുടെ ക്വാളിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പൊന്നുമില്ല. എനി റീസൺ, എന്തു കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉറപ്പിച്ച് പറയുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കാണിക്കുന്ന മിസ്റ്റേക്കാണ് ആ വീഡിയോയിലെ ദിവ്യജ്ഞാനം അറിയാതെ പോയാൽ. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എന്തറിഞ്ഞാലും ആ വീഡിയോയിൽ പറയുന്ന ശിവനെ അറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരൊറ്റ ദിവസം നിങ്ങൾ ചെയ്ത് നോക്കാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ അറിയാതെ പോയാൽ, ഇനി എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുമുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവർ പോലും പലരും ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞ രഹസ്യം അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഇന്നലത്തെ ശിവജ്ഞാനം അറിയാതെ പോയാൽ, നിങ്ങൾ അതോർത്ത് ആ ഒരു ദിവ്യമായ ജ്ഞാനം അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ നിങ്ങളുടെ ആ ഒരു വലിയൊരു നഷ്ടമായിരിക്കും അത്. നിങ്ങൾ ബാക്കി എന്തൊക്കെ അറിഞ്ഞാലും കൊള്ളാം. ഇത് ഹൃദയത്തിൽ തട്ടിയാണ് പറയുന്നത്. ആവശ്യമുള്ളവർ കാണുക, അല്ലാത്തവർ കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്ത് കാരണങ്ങൾ കൊണ്ടാണേലും അതുപോലെ ഭഗവാനെക്കുറിച്ചുള്ള ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഒരു ദിവസം നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ ചെയ്യുക. ഒറ്റ ദിവസം ചെയ്യാനുള്ളൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഭഗവാനെ അറിയും. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്ത് കാരണങ്ങൾ കൊണ്ടാണേലും ചിലർക്ക് വിചാരിക്കും ചിലപ്പോൾ എന്തോ പറയാൻ പോകുന്നത്, പിന്നെ എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്. എനി റീസൺ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഇത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്, സത്യമായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക, അല്ലാത്തൊരു കാണണ്ട. ഇനിയും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ അമ്പലപ്പുഴയിൽ പോയപ്പം രാവിലെ ഒരു 5:45 വണ്ടിക്കാണ് പോയത്. അപ്പോഴേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, ഞങ്ങളൊരു വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. വലിയൊരു ലോറി ഇടിക്കേണ്ടതായിരുന്നു. ലോറിയല്ല, ബസ്സാണെന്ന് തോന്നുന്നു. വലിയൊരു ബസ്സായിരുന്നു. ബസ്സോ അതിൽ മെയിൻ ലോറി അങ്ങനെ കണ്ട വലിയൊരു വാഹനമായി. ഇരുട്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങളെ ഇടിക്കേണ്ടതായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾക്കെല്ലാം അത് ഗുണം ചെയ്യും. എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഈ രാവിലെ യാത്ര പോകുമ്പോഴും നടക്കാൻ ഇറങ്ങുമ്പോഴും ഒക്കെ ഇരുട്ടുള്ള സമയം ഒന്നുകിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെട്ടം വീണിട്ട് യാത്ര ചെയ്യുക. ഒരു 6 മണിയാകുമ്പോൾ വെട്ടം വീണു. ഇരുട്ടുള്ള സമയത്ത് യാത്ര ചെയ്താലുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചിലപ്പം ഈ
പിന്നെ ന്യൂസിലൊക്കെ കാണാം, രാവിലെ നടക്കാൻ പോയി വണ്ടി ഇടിച്ചു എന്നൊക്കെ ഇപ്പോൾ കേൾക്കാം. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ ഇരുട്ടുള്ള സമയത്ത് നമ്മൾ യാത്ര ചെയ്താൽ, ഇപ്പോൾ വെളുപ്പിന് ഒരു 5:30 അല്ലെ ഒരു 4:30 അല്ലെ 5:30 ഈ സമയം 6 മണിയാകുമ്പോൾ പെട്ടെന്ന് വീഴും, അപ്പം കുഴപ്പമില്ല. ഈ സമയത്ത് ഇരുട്ടുള്ള സമയത്ത് ഈ റോഡിൽ വാഹനങ്ങൾ കുറവായിരിക്കും. അപ്പം വരുന്ന വണ്ടി ഭയങ്കര സ്പീഡിലായിരിക്കും മിക്കവാറും. അതൊരു ലോറി ആയിക്കോട്ടെ, ഒരു ബസ് ആയിക്കോട്ടെ, ഒരു മീൻ വണ്ടി ആയിക്കോട്ടെ, ഭയങ്കര സ്പീഡിലായി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവരും ചിലപ്പോൾ ഉറക്കക്ഷീണം കാണും. ഒന്ന്, രാത്രിയുടെ ഇരുട്ട്, ആ ഇരുട്ട് മാറിയിട്ടുണ്ടാകത്തില്ല. 2, കൂടുതൽ വണ്ടി റോഡിലില്ല എന്നുള്ള ധൈര്യം. 3, ചെറിയ ഉറക്കക്ഷീണവും കാണും. അങ്ങനെ അപകടം പറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ അത് ന്യായമുള്ള കാര്യമല്ല, അവർ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ നമുക്കിപ്പം നമ്മളെ ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നഷ്ടപരിഹാരം കിട്ടിയോണ്ടോ നമുക്കൊരു ശരീരത്തിന് ഇപ്പോൾ ഒരു നട്ടലിനൊക്കെ ഒരു അപകടം ഉണ്ടായാൽ ജീവിതം മുഴുവൻ അതിന് സഫർ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളൂടെ ശ്രദ്ധിക്കണം. നമ്മൾ കഴിവതും വെട്ടം വീണ ശേഷം, ഒരു 6 മണിക്ക് ശേഷം നടക്കാൻ ഇറങ്ങുന്നവരാണെങ്കിലും വെട്ടം വീണ ശേഷം ഇറങ്ങുക. ഒരു ക്ഷേത്രത്തിലൊക്കെ പോകുന്നതാണെങ്കിലും, സ്വന്തം വണ്ടിയെ പോകുന്നവരൊക്കെ ആണെങ്കിൽ, ഞാൻ ഓട്ടോ പിടിച്ചാൽ പോയി, വണ്ടിയെ പോകുന്നവരാണെങ്കിലും വെട്ടം വീണ ശേഷം സഞ്ചാരം തുടങ്ങുക. കാരണം അല്ലെങ്കിൽ ഇരുട്ടാണെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കണം. കാരണം ഈ വെളുപ്പാങ്കാലത്ത് വരുന്ന വണ്ടികൾ പലതും ഒരു ഭയങ്കര സ്പീഡുമാണ്, വളരെ ശ്രദ്ധയില്ലാതാണ്, കാരണം വണ്ടി നിരത്തി കുറവാണ് ആ സമയം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിൽ ഇവർ ചെയ്യുന്നത്. അത് തെറ്റാണ്. അതിനൊക്കെ ശരിക്കും നടപടികൾ ആവശ്യമാണ്. വെളുപ്പാങ്കാലത്ത് സ്പീഡിൽ പോകുന്ന വണ്ടികൾ ഒക്കെ അതിനൊക്കെ നടപടികൾ വളരെ എടുക്കേണ്ട ഒരു കാര്യമാണ്. അത്ര ജീവനാണ് പുലിയുന്നത്. ഞങ്ങളുടെ വണ്ടിയും കഴിഞ്ഞ ദിവസം ഇടിച്ച് നമ്മളും തീരണ്ടായിരുന്നു. പക്ഷെ ഒരു നെല്ലടയ്ക്ക്, ഒരു തലനാരിടയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് ആ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെയും ഭഗവാന്റെയും ഒക്കെ ഒരു അനുഗ്രഹം എന്നല്ലാതെ ഞാൻ വേറൊന്നും പറയുന്നില്ല. എങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞത്. ഈ രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നവർ ശ്രദ്ധിക്കുക, ഒരു വെട്ടം വീണ ശേഷം പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം രാവിലെയുള്ള യാത്രകൾ, വളരെ ശ്രദ്ധിക്കണം. നമുക്കെതിരെ എപ്പോഴും ഒരു വണ്ടി വന്നാൽ നമുക്കൊരു രക്ഷപ്പെടാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് വേണം സഞ്ചരിക്കാൻ, ആ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ഇത് ഒരു അറിവിന് ഒരു പറഞ്ഞാണ്. കാരണം രാവിലെ നടക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ 5:30-ക്കും 4:30-ക്കും അല്ലെങ്കിൽ 4 മണിക്കും 5:30-ക്കും ഒക്കെ നടക്കാൻ ഇറങ്ങുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എതിരെ വരുന്ന വണ്ടികൾ പലപ്പോഴും ഭയങ്കര സ്പീഡിലായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് വെട്ടം വീണ ശേഷം നടക്കാൻ ഇറങ്ങുക, അല്ലെങ്കിൽ വെട്ടം വീണ ശേഷം യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയൊരു കാര്യം പറഞ്ഞത്. കാരണം ഒരുപാട് ഒരു ജീവന് ഭയങ്കര വിലയുണ്ട്. ഒരു ജീവൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. അതിന് നമുക്ക് വിലയിടാൻ പറ്റത്തില്ല. ഒരാൾ ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും. ഒരാളെ കൊണ്ടായിരിക്കും ഒരു കുടുംബം ജീവിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നികത്താൻ പറ്റത്തില്ല. ഒരു മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടുന്നത്, ആ നഷ്ടമൊന്നും ഒരിക്കലും നികത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, നമുക്കതിന് എത്ര കോമ്പൻസേഷൻ കിട്ടിയാലും അത് നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളാണ്. അങ്ങനെ നഷ്ടങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, അതിനുവേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഏത് പ്രാർത്ഥന ചെയ്താലും, എത്ര തവണ ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ക്ഷമയോടുകൂടി ആവർത്തിക്കണം. കാരണം ചിലർക്ക് ആദ്യം തന്നെ ഫലം ലഭിക്കും, ചിലർക്ക് ചിലപ്പം ആവർത്തിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പം ഉടനെ ഫലം കിട്ടാതെ. അതുപോലെ വിശ്വസിക്കുന്നവർക്ക് ഉടനെ ഫലം കിട്ടുകയും ചെയ്യും. പക്ഷേ എങ്കിലും നമ്മൾ ആവർത്തിക്കണം. നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരികയും ചെയ്യാൻ നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു വലിയ പാറ, ആ പാറ പൊട്ടിക്കുന്ന ഒരാൾ ഒരു കൂടമെടുത്ത് ആദ്യത്തെ ഒരടി അടിക്കുമ്പോൾ ആ പാറ പൊട്ടത്തില്ല. ചിലപ്പം പല അടി അടിച്ച് 10ാമത്തെ അടിക്കായിരിക്കും ആ പാറ പൊട്ടുന്നത്. പക്ഷേ ആദ്യത്തെ അടി തൊട്ടേ ഈ പാറയ്ക്കുള്ളിൽ പൊട്ടലുണ്ടാകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ 10ാമത്തെ അടിക്ക് അത് അറിയുന്നത് പൊട്ടുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പലതവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം തൊട്ടേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ അറിയുന്നില്ല. ചിലപ്പം കുറേ തവണ പോയി കഴിയുമ്പോഴായിരിക്കും ഒരു മാറ്റമായിട്ട് അത് വരുന്നത്. അപ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. ഒരളവ് കഴിയുമ്പോഴേ അത് നമ്മൾക്കൊരു മാറ്റമായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ക്ഷമയോടെ ആവർത്തിക്കണം കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവർക്കും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ പലരും ആളുകളിലേക്ക് എത്തുന്നില്ല. പിന്നെ നമ്മളാരും നിർബന്ധിക്കുകയൊന്നും വേണ്ട. ആവശ്യമുള്ളവർ അറിഞ്ഞാൽ മതി. ആവശ്യമുള്ളവരിലേക്ക് എത്തട്ടെ, അല്ലാത്തൊരു വഴിക്ക് പോകട്ടെ, അത്രയേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ.